ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ടേബിളിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഡെക്കറാണ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് അതിൻ്റെ ഒരു തെർമോക്കോൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു കേക്ക് ബോർഡ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഒരു അമ്പിളിമാമിൻ്റെ ഷേപ്പിൽ, ഹാഫ് മൂണിൻ്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത് ഞാൻ എടുത്തിരിക്കുന്നത് LED സ്ട്രിംഗ് ലൈറ്റാണ്. ഹാഫ് മൂണിൻ്റെ മുകളിലായിട്ട് നമ്മളിത് മൊത്തം ഒന്ന് ചുറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഞാൻ ആ തുടക്കം ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഞാൻ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വളച്ചൊക്കെ കൊടുത്തിട്ട് ഒന്ന് സെല്ലോ ടേപ്പ് കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് സെക്യൂർ ചെയ്തെടുക്കുന്നുണ്ട്. വളരെ അഫോർഡബിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം ഡെക്കർ ഐഡിയ ആണിത്. സ്ട്രിംഗ് ലൈറ്റ് ഞാൻ ഏകദേശം ഒന്ന് ഒട്ടിച്ചെടുത്ത് തീരാറായിട്ടുണ്ട്. പല കളർ സ്ട്രിംഗ് ലൈറ്റ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ കാണാനായിട്ട് ഭംഗിയായിരിക്കും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് യെല്ലോ കളർ സ്ട്രിംഗ് ലൈറ്റാണ്. അപ്പോൾ സ്ട്രിംഗ് ലൈറ്റ് എല്ലാം ഒട്ടിച്ചെടുത്ത് ഞാൻ ഒന്ന് സ്വിച്ച് ഓൺ ആക്കി നോക്കി. അപ്പോൾ ഇങ്ങനെയാണ് കാണാനായിട്ട് വരുന്നത് ലുക്ക്. ഇനിയാണെങ്കിൽ വൈറ്റ് കളർ സാറ്റിൻ റിബൺ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊരു ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് വീഡിയോക്കകത്ത് കാണുന്ന പോലെ ഒന്ന് ഫ്ലവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കോണോട് ഒന്ന് മടക്കിയിട്ട് അതൊന്ന് ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തൊന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്ലവർ മേക്കിംഗ് ഐഡിയ ആണിത്. ഈ സാറ്റിൻ റിബൺ ഇല്ലെങ്കിൽ നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടായാലും ചെയ്യാം. കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടൊക്കെ ഇരിക്കണമെങ്കിൽ സാറ്റിൻ റിബൺ ആയിരിക്കും യൂസ് ചെയ്യുന്നത് നല്ലത്. പേപ്പർ ആകുമ്പോൾ പെട്ടെന്ന് വെള്ളമൊക്കെ പറ്റിയെങ്കിൽ നശിച്ചു പോകും. അപ്പോൾ സാറ്റിൻ റിബൺ ആണെങ്കിൽ കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യും. അങ്ങനെ കുറച്ചധികം ഫ്ലവേഴ്സ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. പല സൈസിലുള്ള ഫ്ലവേഴ്സാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഫ്ലവേഴ്സ് എല്ലാം ഈ മൂണിന് മുകളിലായിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതിന് പകരം ഫെവിബോണ്ടോ അല്ലെങ്കിൽ ഫെവിക്കോളോ വെച്ച് വേണമെങ്കിലും ഒട്ടിക്കാം. പക്ഷേ കുറച്ച് ടൈം എടുക്കും ഒട്ടാനായിട്ട്. അങ്ങനെ ഓരോ ഫ്ലവേഴ്സും ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇടയിലായിട്ടും കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ഫ്ലവേഴ്സ് എല്ലാം കൂടി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു ഫുള്ള് സാറ്റിൻ റിബൺ റോളാണ് എടുത്തിരുന്നത്. അപ്പോൾ ഫ്ലവേഴ്സ് എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞു. അതിനുശേഷം ബാക്കിലായിട്ട് ഇതുപോലെ ഒരു കമ്പോ എന്തെങ്കിലും ഒന്ന് നാട്ടി കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് ഡെസ്കിലൊന്ന് ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബേസായിട്ട് യൂസ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടാക്കി എടുത്തിരുന്ന ഒരു ഫ്ലവറിൻ്റെ ബേസാണ്. അപ്പോൾ അതിലോട്ട് ഉറപ്പിച്ച് വെച്ചതിന് ശേഷം അതിന് മുകളിലായിട്ട് ഞാൻ പെബിൾസ് ഒക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇത് ലൈറ്റ് ഉള്ളപ്പോൾ ഉള്ള ഫൈനൽ ലുക്കാണ്. സാറ്റിൻ റിബണിൻ്റെ ഫ്ലവേഴ്സും മൊത്തം തികഞ്ഞില്ലായിരുന്നു. മുകൾ ഭാഗത്തായിട്ട് ഞാൻ കുറച്ച് എൻ്റെ കയ്യിൽ വൈറ്റ് ഫോം ഷീറ്റിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഒട്ടിച്ച് കൊടുത്തിരിക്കുന്നത്. സാറ്റിൻ റിബൺ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് തീർന്നായിരുന്നു അന്നേരത്തേക്കും. അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു അടിപൊളി ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റാ, ബൈ.